അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുനാളിലെ യൂസുഫിന് തൗഫീഖ് നൽകി അലൈഹിസ്സലാം. ചിന്തിക്ക്. അതുകൊണ്ട് എന്തുണ്ടായി? ഈ തിരുനാളം കെടുത്തി കളയുന്ന ഒരു കർമ്മത്തിലേക്ക് യൂസുഫ് പോയില്ല അലൈഹിസ്സലാം. വളരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൽ നിന്ന് എപ്പോഴും യാചിച്ചു വാങ്ങേണ്ടതാണ് മാരിഫത്ത്, അള്ളാഹുവിനെ അറിയാനുള്ള ഒരു വിജ്ഞാനം. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെങ്കിലും അടിമയാണെന്നും അള്ളാഹു എന്റെ ഉടമയാണെന്നുമുള്ള ഒരു അറിവ്, അതാണ് മാരിഫത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന്റെ ഉള്ളിൽ ഇട്ട് തരണം. അത് പുസ്തകം വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ അടിമയാണെന്നും എനിക്കൊരു ഉടമയുണ്ട് എന്നും സദാ ബന്ധം. ഏത് കാര്യത്തിലും അവന്റെ അനുഗ്രഹവും എൻ്റെ അനർഹതയും മനസ്സിലാക്കാനുള്ള കഴിവ് സദാ ഒരു സെക്കൻഡ് ഒഴിവാൻ പാടില്ല. ഇതിനെ മാരിഫത്ത് എന്ന് പറയാം. എന്താ മാരിഫത്തിന്? വിവരം പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വിവരം പഠിക്കും, പക്ഷെ അവർക്ക് മാരിഫത്ത് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് പ്രത്യക്ഷ വിവരം ഉണ്ടാവില്ല, പക്ഷെ മാരിഫത്ത് ഉണ്ടാവും. എന്താ ഈ മാരിഫത്ത്? വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എന്താണ് ഈ മാരിഫത്ത്? മാരിഫത്ത് എന്നാൽ ഞാൻ അടിമയാണെന്നും എനിക്കൊരു ഉടമയുണ്ടെന്നും അവൻ അല്ലാഹു ആണെന്നുമുള്ള വളരെ കൃത്യമായൊരു ബോധമാണ്. ആ ബോധം ഒരു സെക്കൻഡ് വിട്ടു നിൽക്കില്ല, ഒരു സെക്കൻഡ് വിട്ടു നിൽക്കില്ല. ആ മാരിഫത്ത് എന്ന ആ ഒരു ബോധമാണ് കെട്ടിക്കഴിഞ്ഞ ആ ബോധം കുഞ്ഞുനാളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞിൽ നിക്ഷേപിച്ചു. ഒന്ന്, അങ്ങനത്തെ കുടുംബാന്തരീക്ഷത്തിലാണ് ഈ കുട്ടി വളർന്നത്, അങ്ങനത്തെ ഒരു പിതാവിന്റെ പുത്രനാണ് ഈ കുട്ടി. ഒന്ന്, ആ പിതാവിന്റെ മക്കൾക്കില്ലാത്ത ഒരു യോഗ്യത ഈ കുട്ടിക്കുണ്ട്. എന്തുകൊണ്ട്? ഈ കുട്ടി സദാ നേരവും അള്ളാഹുവിൽ ചിന്തിച്ച കുട്ടിയാണ്, സദാ നേരവും. അതുകൊണ്ട് എന്തുണ്ട്? ആ പിതാവ് കത്തിച്ചു കുടിച്ചു കൊടുത്ത ആ ഒരു വെളിച്ചം ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. സദാ നേരവും അതങ്ങനെ ഒഴിഞ്ഞു കത്തിക്കൊണ്ടേയിരുന്നു. നോക്കൂ, നിങ്ങൾ അവിടെ പറയുന്ന വചനം നിങ്ങൾ ചിന്തിക്കും. ഈ വക്കൂമളയായ ഈ ഒരു പെണ്ണ് തന്റെ കിടപ്പറയിലേക്ക് വാതിലടച്ച് ആരും പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത് പച്ചയായി പരിശുദ്ധ ഖുർആൻ വളരെ പ്രധാനമായി ആവിഷ്കരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന് തത്തുല്യമായ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റ് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വെളിച്ചത്തെയും കെടുത്തിക്കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അവൾ പറയുകയും ചെയ്തു, യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം, അല്ലാഹുവിൽ അഭയം. ഇനി ആ കുട്ടി ആ ചെറുപ്പക്കാരൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പ്രായം എത്രയായിട്ടും നമുക്കത് പറയാൻ കഴിഞ്ഞില്ല. പ്രായം ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അല്ല അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അല്ല അലൈഹിസ്സലാം. അല്ലാഹുവിൽ അഭയം. ഇന്നഹു റബ്ബി, അല്ലാഹുവാണ് തീർച്ചയായും എന്റെ രക്ഷിതാവ്. അഹ്സന മസ്വായ, എനിക്ക് വേണ്ട എല്ലാ സ്ഥാനങ്ങളും എല്ലാ സൗകര്യങ്ങളും അവൻ മെച്ചമാക്കി തന്നിരിക്കുന്നു. എല്ലാവിധ കാര്യങ്ങളും അവൻ എനിക്ക് മെച്ചമായ സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അഥവാ എന്റെ റബ്ബി എനിക്ക് എമ്പാടും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ട്. നിങ്ങൾ ചിന്തിക്കുക, സത്യത്തിൽ ഒരു വീട്ടിലെ അടിമക്കുട്ടിയാ, ഒന്ന്, പിതാവുമായി പിരിഞ്ഞിട്ട് വർഷങ്ങൾ അനവധിയായി, 2, ഒട്ടക്കണക്കിൽ നിന്നാണ് വരുന്നത്, 3, എന്നിട്ടും പറയുന്നത് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എനിക്കുള്ള സ്ഥാനവും സൗകര്യവും എനിക്കുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് ഏറ്റവും മെച്ചപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന നിഅമത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധം. അവൻ ചെയ്തില്ല എന്നുള്ളതല്ല, അവൻ എമ്പാടും എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ റബ്ബ് എന്ന് പറയാ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തിട്ട് ആ നിഅമത്തിനെ നിസ്സാരവൽക്കരിക്കുകയും അല്ലാഹുവിന്റെ നിഅമത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്ത് അവനാണല്ലോ അക്രമി. അല്ലാഹു ഒരു അടിമക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, എന്നിട്ട് ആ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു കളയുക. അതിനേക്കാൾ വലിയ അക്രമമില്ലല്ലോ. അവർ പിന്നെ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇനി വിജയിക്കാൻ പോകുന്നില്ലെങ്കിൽ ഇനി അതിന്റെ വഴി എന്താണ്? ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾ ചിന്തിക്കുക. അതിന് നേരെ തൊട്ടടുത്ത ആയത്ത് പറയുന്നുണ്ട്, وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَن رَأَىٰ بُرْهَانَ رَبِّهِ. ഈ ചെറുപ്പക്കാരനിൽ വൃത്തികേട് ചെയ്യണമെന്ന് ആ പെണ്ണിന് ഉണ്ടായിരുന്നു. ആ പെണ്ണ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവനെ തൻ്റെ ഇംഗിതത്തിന് വശപ്പെടുത്തണം.
വഹമ്മ ബിഹാ, അവളുടെ ഇങ്ങനത്തിന് ചെറുപ്പക്കാരനും വശം വദനായി പോകുമായിരുന്നു. ലൗലാ അർആ ബുർഹാന റബ്ബി, മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ സത്യസാക്ഷ്യം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പോൾ മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ സത്യസാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുക, ഇതാണ് മാരിഫത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ്. ഒരർത്ഥാണിത്, ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥാണിത്. ലൗലാ ലൗലാ അർആ ബുർഹാന റബ്ബി, ലൗലാ അർആ ബുർഹാന റബ്ബി. ഈ പറഞ്ഞ ആയത്തിന്റെ ഒരർത്ഥമാണ് പറഞ്ഞത്. മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത, അള്ളാഹുവിനേക്കുള്ള ഒരു തെളിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു അറിവ്, അത് മനസ്സിന്റെ ദർപ്പണത്തിൽ സദാ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ചെറുപ്പക്കാരനും അതിൽ എപ്പോഴെങ്കിലും പെട്ടുപോകുമായിരുന്നു. പക്ഷെ പെട്ടില്ല, രക്ഷപ്പെട്ടു ഓടി. വാതിൽക്കലെത്തിയപ്പോഴത്തിന് അവൾ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച് കുപ്പായം കീറി. പിന്നെ ന്യായാധിപന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ന്യായാധിപൻ വിധിച്ചത് എന്താണ്? മുൻഭാഗത്തു നിന്നാണ് കുപ്പായം കീറിയെങ്കിൽ അവനാണ് തെറ്റുകാരൻ, പിൻഭാഗത്തു നിന്നാണ് കുപ്പായം കീറിയെങ്കിൽ അവളാണ് തെറ്റുകാരി. നോക്കുമ്പോൾ പിൻഭാഗത്താണ് കുപ്പായം കീറിയത്. എന്തുകൊണ്ട്? ഓടിയിരുന്നു, ഓടി രക്ഷപ്പെട്ടിരുന്നു തിന്മയിൽ നിന്ന്. എന്നാൽ എന്തൊരു സൗകര്യം, ആരോഗ്യമുള്ള സമയമാണ്. എന്തൊരാരോഗ്യമുള്ള യുവക്കോമളനാണ്, എന്തൊരാരോഗ്യം, എന്തൊരു കഴിവ്, എന്തൊരു സൗന്ദര്യധാമമാണ് തന്റെ മുന്നിലുള്ളത്. ഏറ്റവും അനുകൂലമായ സാഹചര്യവും ആ വീട്ടിലെ ഏത് മുറിയിലും കയറി യൂസുഫ് വാതിലടച്ചാൽ ഒന്നും പറയാൻ ആരും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വീടും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? 30 നോമ്പ് നോറ്റ ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് വീണ്ടും റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ തെറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ബുർഹാൻ കിട്ടിയില്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുലേക്ക് എത്താതെ നമ്മൾ പിന്തിരേണ്ടി, പിന്നെ പിന്തിരേണ്ടി വരില്ല, പിന്നെ പിന്തിരേണ്ടി വരില്ല. അവിടെ കൊണ്ടുപോയി കുത്തുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകണം. താൽക്കാലികമായ ഒരു മാസത്തെ താൽക്കാലികമായ ചില ചിട്ടകളും ശീലങ്ങളും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളാണ് വലിച്ചെറിഞ്ഞാൽ പിന്നെ അതിനെന്ത് ഫലമാണുള്ളത്? ഇത് നമ്മൾ ചിന്തിക്കണം. ഏതുപോലെ ഒരാൾക്ക് തടിയും തൂക്കം അധികരിച്ചു, ദുർമേധസ്സുകൾ ശരീരത്തിൽ അധികരിച്ചപ്പോൾ അയാൾ പ്രകൃതി ചികിത്സക്ക് വേണ്ടി പോയി. പ്രകൃതി ചികിത്സ ചെന്നപ്പോൾ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ അളവ്, കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡോക്ടർ അയാൾക്ക് നിർദ്ദേശിച്ചു. അങ്ങനെ 90 കിലോ തൂക്കമുണ്ടായിരുന്ന അയാള് പ്രകൃതി ചികിത്സാലയത്തിൽ ഒരു 10 ദിവസം കിടന്നപ്പോഴത്തിന് ഒരു 10 കിലോ കുറഞ്ഞു, 80 ആയി. പിന്നെ അവരുടെ കിഴികെട്ടലും ഒഴിയലും എല്ലാം കൂടി ആയപ്പോൾ ദുർമേധസ്സൊക്കെ പോയി 10-25 കിലോ ഇങ്ങോട്ടായി. ഒരു സുന്ദര കുട്ടപ്പനായി അയാൾ തിരിച്ചു വന്നു, വീട്ടിലെത്തി. പിറ്റേ ദിവസം മുതൽ അയാള് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എഗ് ബിരിയാണിയും അങ്ങനെ അടിച്ചങ്ങനെ കയറ്റിയാൽ അയാളെ അവസ്ഥ എന്തായിരിക്കും? 3 ദിവസം കൊണ്ട് പഴയ പടിയുന്നേക്കാൾ വലിയ ദുർമേധസ്സാണ് പിന്നെ വരിക. എന്ത് ഖൈറാണുള്ളത്? ഇതിലെന്ത് ഖൈറുള്ളത്? പ്രകൃതി ചികിത്സാലയത്തിൽ പോയി 10-15 ദിവസം കഴിഞ്ഞ് നവരക്കിഴിയിൽ കിടന്ന് എണ്ണപ്പാത്തിയിൽ കിടന്ന് ഭക്ഷണങ്ങൾക്കൊക്കെ ചിട്ട വരുത്തി കൊണ്ടുവന്നതിന് ശേഷം 10-15 ദിവസം കൊണ്ട് 10-15 കിലോ തൂക്കം കുറഞ്ഞ് 90 കിലോ ഉണ്ടായിരുന്ന ആള് മുഖമൊക്കെ ഒന്ന് സുന്ദരനായി, കോലമൊക്കെ ഒന്ന് മാറി, വയറിന്റെ ആ തൂക്കമൊക്കെ കുറഞ്ഞ് അല്ലാഹ് കണ്ടാൽ തന്നെ ഒരു സുന്ദര കുട്ടപ്പൻ, ഒരു പുതുമണവാളന്റെ കോലത്തിലായി തിരിച്ചു വന്ന മനുഷ്യൻ പിറ്റേ ദിവസം മുതൽ അടിക്കുന്നു, അടിയോടടി. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, ഇങ്ങനെ പറയണ്ട, യാ സുബ്ഹാനല്ലാഹ്, ഫിഷ് ബിരിയാണി, ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് കയറ്റിയാൽ ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് അയാൾ 90-100ലേക്ക് കയറും. ദുർമേധസ്സുകൾ വന്ന് പിന്നെ കൂടും. അത് വൃത്തികെട്ടതായിരിക്കും. സത്യത്തിൽ ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അതുകൊണ്ട് മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ ഒരു ലക്ഷ്യം, അള്ളാഹുവിന്റെ ഒരു ശോഭയാർന്ന വെളിച്ചം മനസ്സിന്റെ ദർപ്പണത്തിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക്, ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആ മനോദർപ്പണത്തിലേക്ക് അള്ളാഹുവിന്റെ ആ മഹാലക്ഷ്യത്തിന്റെ വെളിച്ചം സ്വീകരിക്കുന്ന അളവിൽ നമ്മൾ സ്വയം തുഴഞ്ഞ് മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടിയില്ല. ഒരാകർഷണ വലയത്തിൽ നിന്ന് അടുത്ത ആകർഷണ വലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ആകർഷണ വലയത്തിലായിരിക്കും പിന്നെ അയാൾ ഉണ്ടാവുക. പിന്നെ തിരിച്ചു വരില്ല, പിന്നെ പിടിക്കണ്ട. അവിടെ അവസാന വാക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ ചീത്തയെയും വൃത്തികേടിനെയും നാം അദ്ദേഹത്തിനെ തിരിച്ചു കൊടുത്തു, അദ്ദേഹത്തെ തൊട്ട് തെറ്റിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് നാം തെറ്റിച്ചു? എന്തുകൊണ്ട്?
ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ശുദ്ധീകരിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ദാസന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടൊന്നും സംഭവിക്കൂല. നാം തന്നെ തട്ടിത്തിരിച്ചു കൊടുത്തു, ഒന്നും സംഭവിക്കൂല. ഏത് അനുകൂലമായ വൃത്തികേടിന് അനുകൂലമായ സാഹചര്യത്തിലും യൂസഫിൽ സംഭവിക്കൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? മനസ്സിന്റെ ദർപ്പണത്തിൽ സദാ നേരം അള്ളാഹുവിലേക്ക് എത്തിയ ഒരാളാണ്. അതേസമയത്ത് ഈ കുട്ടിക്ക് 10 ഏട്ടന്മാരുണ്ടല്ലോ, അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ. ഈ കുട്ടിക്ക് 10 ചേട്ടന്മാരുണ്ട്, അതേ പിതാവിന്റെ മക്കൾ, പക്ഷെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? മനസ്സിന്റെ ദർപ്പണത്തിൽ അള്ളാഹുവിനെ സ്വീകരിക്കുന്നിടത്ത് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബാപ്പ നന്നായതുകൊണ്ട് മാത്രമായില്ല. ഒരേ ബാപ്പാടെ 12 മക്കളുടെ സ്വഭാവം ഈ പറയുന്നത്. 10 മക്കളുടെ സ്വഭാവമല്ല 11ാമത്തെ മക്കൾ ഓന്റെ സ്വഭാവം. ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ബാപ്പ നന്നായി, ബാപ്പ നല്ല ബാപ്പയാ. ബാപ്പ സയ്യിദ്നാ യാഖൂബ് അലൈഹിസ്സലാം ആരാധന താല്പര്യം കൊണ്ടും മഹത്വം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ദാസനായി പരിഗണിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ യാഖൂബ്. എന്ന് മാത്രമല്ല, മഹാനായ സയ്യിദ്നാ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഇസ്രായേൽ എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ എന്ന അർത്ഥമാണ് ഇസ്രായേൽ എന്നതിന് ഹീബ്രു ഭാഷയിലുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ യാഖൂബ് അലൈഹിസ്സലാം. അപ്പോൾ ബാപ്പ ഏറ്റവും മഹാനല്ലേ? ബാപ്പ ഏറ്റവും മഹാനാണ്. പക്ഷെ അതുകൊണ്ട് മക്കൾ മൊത്തത്തിൽ നന്നായില്ല. 10 മക്കളുടെ സ്വഭാവം എന്താ? ഒരു മകനെ കൊല്ലാൻ വിട്ടേച്ച് പൊട്ടക്കണത്തിലേക്കെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ആണ് അവര് സ്ഥാനം കൈയടക്കാൻ നോക്കിയത് 10 മക്കൾ. 11ാമത്തെ മോനെ ഏതൊരു സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയാണ്. എല്ലാ ചീത്തയെയും എല്ലാ വൃത്തികേടിനെയും അദ്ദേഹത്തെ തൊട്ട് നാം തിരിച്ചു കളഞ്ഞു. അതായത് ചീത്ത വരുമ്പോഴത്തിന് അദ്ദേഹത്തെ തൊട്ട് അദ്ദേഹം ചീത്തയെ ഒഴിഞ്ഞു മാറുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിലേക്ക് ചീത്ത എത്താതെ ചീത്തയെ നാം തിരിച്ചു കളഞ്ഞു. അതായത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒഴിഞ്ഞു മാറിയത് കേവലം ഒരു ഒഴിഞ്ഞു മാറലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിയാനുള്ള സൗകര്യങ്ങൾ വെച്ചു കൊടുത്തു. ഒരു സെക്കൻഡിലും വാതിലേക്ക് ഓടണമെന്ന് ആ സമയത്ത് ചിന്തിപ്പിക്കുകയാണ്, ഓടുകയാണ്. എന്നിട്ടോ ന്യായാധിപന്റെ മുന്നിൽ ഉണ്ടാവേണ്ട ന്യായം ആ സന്ദർഭത്തിൽ അവൾ ബാക്കിൽ നിന്ന് കീറിയിട്ട് സ്വാഭാവികമായും ഇങ്ങനെ സംഭവിച്ചാൽ പോലും ആണ് കുറ്റക്കാരനായി വിധി എഴുതുമല്ലോ. പക്ഷെ ന്യായാധിപന്റെ മുന്നിലെത്തിയപ്പോൾ കുറ്റം പെണ്ണിനാണെന്ന് കൃത്യമായി ബോധ്യമായി. അപ്പോൾ ചീത്ത പേരുണ്ടായില്ല. കള്ളുടിക്കാൻ കഴിയില്ല, വ്യഭിചരിക്കാൻ കഴിയില്ല. എവിടെ എത്തണം? നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ മഹത്തായ ആ ദർപ്പണത്തിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ, ആ സലക്ഷ്യത്തെ സ്വീകരിക്കാൻ നമുക്ക് ആ ലക്ഷ്യം, ആ വെളിച്ചമാർന്ന പ്രകാശമാർന്ന ലക്ഷ്യത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല, കള്ളുടിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്നിട്ട് അതിന് കാരണം അവിടെ പറയുന്നത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ പ്രത്യേകക്കാരുടെ ആയ ആ ദാസന്മാരിൽപ്പെട്ടതായി നാം അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ശ്രമിച്ചു, അങ്ങോട്ട് എത്തിയ കുട്ടി. നിങ്ങൾ ചിന്തിക്കണം, വളരെ നല്ല കുട്ടിയാണ്, വളരെ നല്ല യൗവനാണ്, നല്ല യുവാക്കുമ്പളനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, പൊട്ടാൽ തൊട്ടുന്ന പ്രായമാണ്. നിങ്ങൾക്ക് ആ കുട്ടിയെ നിങ്ങളുടെ വലിയ പാഠമല്ലേ? അപ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാവരും ചീത്തയാവൂല. ചില ആളുകളെ ചീത്തയാക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് തടങ്കൽ കൊണ്ടുപോയി പല നേതാക്കന്മാർ. ആ കൂട്ടത്തിൽ തടങ്കലിൽ കൊണ്ടുപോയി PMS പൂക്കോയ തങ്ങളെ ജയിലിൽ കിടന്ന സ്വാഭാവികമായും കള്ളന്മാരുള്ളതാണല്ലോ ജയില്. കൊള്ളക്കാര്, കള്ളന്മാര്, കരിഞ്ചാത്തക്കാര്, വ്യഭിചാരികൾ, മോശപ്പെട്ടവര്, ബലാത്സംഗക്കാർ, അവരെല്ലാവരും വന്ന് അടിയുന്ന സ്ഥലമാണ് ജയില്. അവിടുന്ന് ഒരുപാട് ദുർവാസനകൾ സ്വാഭാവികമായി മനുഷ്യൻ പഠിക്കും. നിസ്സാരവൽക്കരിക്കാനെങ്കിലും പഠിക്കും. മോഷണത്തെ നിസ്സാരവൽക്കരിക്കാൻ പഠിക്കും. ഒരാൾ ഓരോരുത്തരും മോഷ്ടിച്ച കഥ അവനവൻ
പോക്കിലും വരവിലും. അതാണ് ജയിലാളികളുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കയ്യബദ്ധങ്ങളും തെറ്റുകളും തോന്നിയാസങ്ങളും അവരങ്ങനെ ഒരു അപകർഷർപ്പക കഥ പോലെ അങ്ങനെ പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്ക്. അത് കേട്ട് പല ആളുകൾക്കും തെറ്റിന്റെ വഴി പഠിക്കും. പലപ്പോഴും ജയിലിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറ്റവാസന ഇല്ലാത്തവരോ കുറ്റവാളിയായി തിരിച്ചു വരും, ജയിലിലെ സൗകര്യം കാണുമ്പോൾ പ്രത്യേകിച്ചും. എന്നാൽ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ബഹുമാനപ്പെട്ട മഹാനായ PMSA പൂക്കോയ തങ്ങളെ എന്താ ഉണ്ടായത്? ജയിലിലുള്ളവർ സ്വലീങ്ങളായി. പ്രതികൂലമായ കാലാവസ്ഥയിൽ സാഹചര്യത്തിൽ പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യും? അവർ മോശമായി പോകും. നല്ല നിസ്കാരം നിലയൊക്കെ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു. പക്ഷെ ഗൾഫിലെത്തിയപ്പോൾ കുറച്ച് കള്ളുടിയന്മാരുടെയും വ്യഭിചാരികളുടെയും ഒക്കെ റൂമിലാണ് അകപ്പെട്ടത്. അതോടുകൂടെ അവൻ അങ്ങനെയായി. അവൻ കള്ളുടിയനും വ്യഭിചാരിയായി മാറി. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട്. നിസ്കാരത്തിന് നിലയൊക്കെ ആയിട്ട് നാട്ടിൽ നടന്നിരുന്ന ആളായിരുന്നു. അത്യാവശ്യം പഠിക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യം ചില കുട്ടികളൊക്കെ മദ്രസയിലും പഠിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഗൾഫിൽ പോയപ്പോൾ പിന്നെ കോലൊക്കെ മാറി. ഗൾഫിൽ പോയപ്പോഴോ വ്യഭിചാരികളുടെയും കള്ളുടിയന്മാരുടെയും കരിഞ്ചട്ടക്കാരുടെയും സിനിമക്കാരുടെയും ഒക്കെ റൂമിലാ കൂടിയത്. അപ്പോൾ അവനും അങ്ങനെ ഉണ്ടായി. പിന്നെ ജീവിതം മുഴുവനും ആ രൂപത്തിലങ്ങോട്ടായി മാറി. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലവർ മാറില്ല. എന്തുകൊണ്ട്? അത്തരം ആളുകളെ കൊണ്ട് മറ്റുള്ളവർ നന്നാവും. ചില ആളുകളുണ്ട്, അവർ ചീത്തയായ ആളുകളുടെ റൂമിൽ പോയാൽ അവർ നന്നായി തീരും. സാധാരണ 90%, 99% ഒരു നല്ല മനുഷ്യൻ ചീത്തയായ ആളുകളുടെ മുറിയിൽ പോയാൽ താമസിക്കാൻ തുടങ്ങിയാൽ, കൂടെ താമസിക്കാൻ തുടങ്ങിയാൽ, ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ചില്ലറ കാലം കൊണ്ട് ഈ നല്ലവനും നാശമാകുന്ന സാഹചര്യമാണ് സ്വാഭാവികമായി ഉണ്ടാവുക. പക്ഷെ തിരിച്ചുണ്ടായത് ചില ആളുകളുടെ കാര്യത്തിൽ, PMSA പൂക്കോയ തങ്ങളുടെ കാര്യത്തിൽ. അതുപോലത്തെ സ്വാലിഹ്യങ്ങൾ വേറെയും ഉണ്ടാവും ചരിത്രത്തിൽ. എന്നാൽ ചില ആളുകൾ പറഞ്ഞില്ലേ, മഹാന്മാരായ ബഹുമാനപ്പെട്ട ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂട്ടാണ് ആ റൂട്ട്. അതിന് അല്ലാഹു തആല അവിടെ ഒരു കാരണം പറയുന്നുണ്ട്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. നമ്മളുടെ മുഖ്ലസീങ്ങളായ മുഖ്ലസാവും ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു തആല അയാളെ ഉൾപ്പെടുത്തും. അതാണ് മുഖ്ലസാവുക. മുഖ്ലിസായി മുഖ്ലസാവും. നമ്മൾ അള്ളാഹിനെ തെരഞ്ഞെടുത്താൽ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കും. നമ്മൾ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കൽ മുഖ്ലിസാവുക, അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കൽ മുഖ്ലസാവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കും. ചിന്തിക്ക്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അറാ ബുർഹാന റബ്ബി كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. നമ്മുടെ പ്രത്യേകക്കാരായ ആളുകളെ കൂട്ടത്തിൽ നാം അദ്ദേഹത്തെ പെടുത്തി. എന്തുകൊണ്ട്? ആ രൂപത്തിലാണ് ആ കുട്ടിയുടെ വളർച്ച. ആ കുട്ടി ഒരിക്കലും പിഴക്കൂല. ആ കുട്ടിയെ കൊണ്ട് ജനം നന്നാവുന്നല്ലാതെ ആ കുട്ടി ജനങ്ങളെ കൊണ്ട് നാശാവില്ല ഒരിക്കലും. ഇതിന്റെ താഴെ ഭാഗത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. അക്കാലത്തെ പ്രഭുകുമാരിമാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ ഒരു ഇതിനെക്കുറിച്ച് പിന്നെ സുലേഖ തൻ്റെ ഭൃത്യനായ ബാല്യക്കാരൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ ഒരു പാട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചപ്പോൾ സത്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാര്യയാണ് സുലേഖ. സുലേഖാക്കും കുടുംബത്തിനും അത് കുറച്ചിലായി. അപ്പോൾ സുലേഖ എന്ത് ചെയ്ത്? സുലേഖ എല്ലാവർക്കും ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നൊരുക്കിയിട്ട് എന്ത് ചെയ്തു? പ്രഭുകുമാരികളും അതേപോലെ തന്നെ രാജ്ഞികളും ബന്ധപ്പെട്ടവരും വലിയ വലിയ പണക്കാരികളും സൊസൈറ്റിയിലെ ആ കാലഘട്ടത്തിലെ ഈജിപ്തിലെ വലിയ വലിയ സ്ഥാനമുള്ള പെണ്ണുങ്ങൾ, കുടുംബത്തിലെ പെണ്ണുങ്ങളും എല്ലാം തൻ്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി. എന്നിട്ടോ فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. ഈ പ്രഭുകുമാരിമാർക്കും വലിയ വലിയ സൊസൈറ്റിയിൽ വലിയ സ്ഥാനമുള്ള പെണ്ണുങ്ങൾക്കും ഒരു വിരുന്നൊരുക്കിയിട്ട് അവർക്ക് ഒരു കയ്യിലൊരു കത്തിയും ഒരു പഴവും കൊടുത്തു. അതും ചെത്തി അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വക്കാലത്ത് ഹുർജിയിലേഹിന്ന അലഹിന്ന അവരെ മേലൊന്ന് ഇറങ്ങിച്ചെല്ല്, അവരൊന്ന് കാണുന്ന ഒന്നങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞു ഈ സുലേഖ മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. പിന്നെ എന്താ ഉണ്ടായത്?
ഈ ചെറുപ്പക്കാരനെ ആ പെണ്ണുങ്ങൾ, ആ സൊസൈറ്റിയിലെ വലിയ വലിയ സ്ഥാനമുള്ള പെണ്ണുങ്ങൾ കണ്ടപ്പോൾ, ആ ചെറുപ്പക്കാരികളും പ്രഭുകുമാരികളും ഒക്കെ കണ്ടപ്പോൾ അക്ബർനഹു, അവള് വലിയ സംഭവമാക്കി അവർ തോന്നി. അവരറിയാതെ അവരുടെ കൈകളെ മുറിച്ചു കളഞ്ഞു. ഇത് മനുഷ്യനല്ലല്ലോ, മലക്കുൽ കരീം, ഇത് ഏറ്റവും സുന്ദരനായ ഒരു ബഹുമാനിയായ മലക്കല്ലേ, ഇതൊരു മനുഷ്യനല്ലല്ലോ എന്ന് ചിന്തിക്കും. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരനിൽ ആ കാണുന്ന പ്രഭുകുമാരികൾക്ക് മുഴുവനും അനുരാഗം ജനിച്ചു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണും. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്? സുലേഖ ആ പ്രഭുകുമാരികൾ കേൾക്കെ പറയുകയും ചെയ്തു, എനിക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവനെ ജയിലിലടക്കും. പ്രഭുകുമാരികൾ ശരിവെച്ചു, കാരണം ഇവന് വഴിപ്പെട്ടില്ലെങ്കിൽ ഇവനെ ജയിലിലടക്കുകയാണ് വേണ്ടത്. അത്ര വലിയ സൗന്ദര്യം നോക്കി നിൽക്കാൻ ഒരാൾക്ക്, ഒരു പെണ്ണിന് കഴിയൂല. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, കാല ഈ യുവകോമളനായ യുവാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അന്ന് നബി അലൈഹിസ്സലാം, നിങ്ങൾ പറയുവാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ, എനിക്ക് ജയിലാണ് ഏറ്റവും നല്ലത്, മിമ്മാ യദ്ഉനനി ഇലൈഹി, അവരെന്നെ ക്ഷണിക്കുന്ന തോന്യാസത്തിലേക്കും വൃത്തികേടിലേക്കും വ്യഭിചാരത്തിലേക്കും അകപ്പെടുന്നതിനേക്കാൾ നല്ലത് അല്ലാഹുവേ എന്നെ നീ ജയിലിലെത്തിക്കലാണ്. അങ്ങനെ ജയിലിലെത്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ചെയ്യാത്ത കുറ്റത്തിന്, തനിക്ക് അർഹതയില്ലാത്ത ഒരു യുവാവിനെ വശത്താക്കാൻ ശ്രമിച്ച പ്രഭുകുമാരികളും പ്രഭുവിന്റെ ഭാര്യയും ധനകാര്യോപമന്ത്രിയുടെ ഭാര്യയും എല്ലാം പുറത്ത്, സുന്ദരനായ എന്നാൽ സത്യസന്ധനായ യുവകോമളൻ അകത്ത്. അവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാക്കാണ് എന്ത്? റബ്ബിസ്സിജ്നു, റബ്ബി എന്റെ രക്ഷിതാവേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി ഇലൈഹി, അല്ലാഹുവേ ഇവരെന്നെ ക്ഷണിക്കുന്ന തോന്യാസം, വ്യഭിചാരം, വൃത്തികേട്, അതിലേക്ക് അകപ്പെടുന്നതിനേക്കാൾ നല്ലത് നീ എന്നെ ജയിലിൽ അകപ്പെടുത്തുകയാണെന്ന് മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഇവിടെ വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരു ജനത ഒന്നടങ്കം നാശമാവുമ്പോഴും ഈ ചെറുപ്പക്കാരൻ നാശമാവുന്നില്ല? എന്തുകൊണ്ടാ? അവർക്കും ഇവർക്കും ഇയാൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ അവരും ഇവരും തമ്മിൽ വ്യത്യാസം? ഒരു സമൂഹം, അതായത് സാധാരണ മനുഷ്യരുടെ കണ്ണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ദുനിയാവിന്റെ സൗകര്യങ്ങളിലേക്കായിരിക്കും, ദുനിയാവിന്റെ വിചാരങ്ങളിലേക്കായിരിക്കും, ദുനിയാവിന്റെ ചിന്തയിലേക്കായിരിക്കും, ദുനിയാവിലായിരിക്കും. ആ ആളുകളെ ചതിപ്പെടുത്തപ്പെട്ടെന്ന് കഴിയും. അവരെ ഒരു നോമ്പിനെ, 2 നോമ്പിനോ 3 നോമ്പിനോ നന്നാക്കാൻ കഴിയും. ദുനിയാവിൽ കണ്ണെന്നിട്ട് നടക്കാണ്. അതിനിടയിൽ പെട്ടെന്നൊന്ന് കയറി വന്ന് നമ്മൾ ചെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് തുണിയും വസ്ത്രമൊക്കെ മാറ്റിയിട്ട് നമ്മൾ തൽക്കാലം ഒന്ന് ഉണ്ണാനിരുന്നു വീണ്ടും ചെളിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ നോമ്പുകൾ. അതിനെന്ത് വേണം? ഇനി നന്നാവാൻ എന്ത് വേണം? ഒന്ന് ചെളിയെ കുറിച്ച് മനസ്സിലാക്കണം. ദുനിയാവിന്റെ അധമ വികാരങ്ങളെ കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതിന്റെ നിസ്സാരത്വത്തെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇബ്നു ഖയ്യിം ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് മോചിതനാവാൻ ചെയ്യേണ്ട ചില കാരണങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹാഫിദ് ഇബ്നു ഖയ്യിം വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അടുത്ത ഭാഗം അടുത്ത ആഴ്ചയും കാണിക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരാൾ തെറ്റിൽ നിന്ന് മോചിതനാകണം എന്ത് വേണം? ഇൽമുൽ അബ്ദി ബിഖുബഹിഹാ, മഅസിയത്ത്, കുറ്റത്തിന്റെ നിസാരത്വം നീചത്വത്തെ കുറിച്ചും ഇവൻ അറിവ് വേണം. ഒരാൾ കള്ളുകുടി ഒഴിവാക്കണമെങ്കിൽ കള്ളുകുടി, വ്യഭിചാരം ഒഴിവാക്കണമെങ്കിൽ വ്യഭിചാരം എന്നതിന്റെ നിസാരം, ചീത്ത, തിന്മ അതേക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് അയാൾക്കുണ്ടായിരിക്കും. ഒന്ന്, തൽക്കാലം നമ്മൾ എന്ത് ചെയ്ത് തൽക്കാലം ചെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഉമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് അപ്പോൾ ഒന്ന് കിണറ്റിന്റെ കരയിൽ നിന്ന് ഒന്ന് ഷവറിന്റെ ഒട്ടുന്ന ഒന്ന് ഇന്ന് ഒന്ന് മേലെഴുകി പെട്ടെന്ന് ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മൾ ആ വസ്ത്രം മാറ്റിയെടുത്ത് ചെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ പലരുടെയും നോമ്പ്. 99% നോമ്പ് അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ചെളിന്ന് കയറുമ്പോൾ ഇത് ചെളിയാണ് എന്ന ബോധം ഉണ്ടാവണം. ആ ശുദ്ധീകരിച്ച് കഴിഞ്ഞാലെങ്കിലും ഇനി ദുനിയാവിന്റെ നിസ്സാരത്വത്തെ കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കണം. അതിന്റെ തിന്മ
അതിന്റെ ചീത്തയെ നമ്മൾ അറിയണം. ഒരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ മസ്ലഹത്ത് ഏറ്റവും അറിയുന്നവൻ ഉടമക്കാരനാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ഹറാമാക്കുകയില്ല. തിരിച്ചു അല്ലാഹു ഒരിക്കലും നമുക്ക് സുഗന്ധം ഹറാമാക്കിയില്ല. അതേ സമയത്ത് വൃത്തികെട്ട മദ്യമാണ് ഹറാമാക്കിയത്. മദ്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ? വൃത്തികെട്ട വാസനയാണ്. അത് വൃത്തികേടാണ്. അതുണ്ടാക്കുന്നത് വൃത്തികേടിൽ നിന്നാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. അത് പിശാചിന്റെ വൃത്തികേടാണ്, മാലിന്യമാണ്, യാതൊരു സംശയം വേണ്ട. മുസ്ലിം അല്ലാത്ത ആളുകൾ പോലും അതിന്റെ ചീത്തയും വൃത്തികേടും ലോകത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എത്രയാണ് വലിയ വായിൽ പറഞ്ഞത്? അത് ചീത്തയാണ്, മദ്യം ചീത്തയാണ്. നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ വിപത്ത് മദ്യമാണ്, മദ്യം ചീത്തയാണ്. അദ്ദേഹം ഒരു മുസ്ലിമായ ആളൊന്നുമല്ലല്ലോ. അപ്പോൾ ലോകം പരക്കെ അറിയുന്ന ഒരു സത്യമാണ് അത് ചീത്തയാണ്. ഒന്നാമതായി ഒരു ചീത്ത എന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ചീത്തയാണെന്നൊരു അറിവ് നമുക്ക് വേണം. വ്യഭിചാരം ചീത്തയാണ് എന്നൊരു അറിവ് വേണം. വ്യഭിചാരം ചീത്തയാണ്, ഇതൊരു അറിവ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള നിയമപരമായ ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ മനുഷ്യൻ പവിത്രവൽക്കരിച്ചത് കൊണ്ടല്ലേ ജനങ്ങൾ എന്തൊരു സന്തോഷത്തിലാണ് ആളുകൾ കല്യാണത്തിന് വരുന്നത്. എന്താ കല്യാണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്? കല്യാണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് ഒരാണും പെണ്ണും അവരവരുടെ സ്വകാര്യതയിലേക്ക് പോവുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ സ്വകാര്യതയിലേക്ക് പോവുകയാണ്. കല്യാണം കഴിഞ്ഞതിനെ പിറ്റേന്ന് അവർ ഹണിമൂണിന് വേണ്ടി പറക്കുകയാണ്. എങ്ങോട്ടാ പറക്കുന്നത്? ദുബൈയിലേക്ക്. ആയിക്കോട്ടെ, ഒരാണും പെണ്ണും ഇന്ന് വൈകുന്നേരം നിക്കാഹ് കഴിഞ്ഞ് അവർ ഭാര്യ ഭർത്താവും കൂടി ഹണിമൂണിന് വേണ്ടി ദുബായിലേക്ക് പറക്കുന്നു. ഓഹോ, ആ രാവിലെ എന്തൊരു സൗകര്യത്തിലാണ് ആയിരക്കണക്കായ ആളുകൾ ഉടുത്തൊരുങ്ങി വന്നത്. എന്തൊരു സന്തോഷം, എന്തൊരു ആശ്ലേഷം, എന്തൊരു പുതിയാപ്പിളെ കണ്ടപ്പോൾ എന്തൊരു ആദരവ്, പുതിയണ്ണിനെ കണ്ടപ്പോൾ എന്തൊരു ആദരവ്. അതേ സമയത്ത് നിക്കാഹില്ലാതെ ഇവർ രണ്ടാളും ഒളിച്ചോടി പറന്നു എന്നറിഞ്ഞാലോ ആരാണ് ഉടുത്തൊരുങ്ങി ആശ്രയിക്കാൻ വരിക? ആരാണ് അതിനെ മാന്യമായി കാണുക? അതുകൊണ്ട് കാര്യം ഉറപ്പല്ലേ, ലോകത്തെ ഏറ്റവും വലിയ നന്മ നിയമപരമായ സ്ത്രീ പുരുഷ ബന്ധമാണ്. ലോകത്തെ ഏറ്റവും വലിയ തിന്മ നിയമപരമല്ലാത്ത സ്ത്രീ വീഴ്ചയാണ്. ഇതിന്റെ ആലോചിച്ച മനസ്സിലാക്കുക. ഇത് ലോകം ആയിരക്കണക്കായ കൊല്ലങ്ങളായ സത്യമല്ലേ ഇത്? ഇനി ആണിന് പെണ്ണിനൊരു കുഞ്ഞ് ജനിച്ചൊന്ന് സങ്കല്പിക്കുക. ഈ നിയമപരമായി കല്യാണം കഴിച്ച് ഹണിമൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവൾ ഗർഭിണിയായി. അവൾക്ക് ഗർഭിണിയാണെന്ന് അറിയുമ്പോഴത്തേന് തന്നെ ആളുകൾ സമ്മാനം കൊടുക്കാൻ തുടങ്ങും. വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, അയൽപക്കത്തേക്ക് ഒരു കുഞ്ഞുമോൻ അല്ലെങ്കിൽ കുഞ്ഞുമോൾ വരികയാണ്. അതാ ഗർഭിണിയാണ്, നമ്മുടെ ആമിന ഗർഭിണിയാണ്, നമ്മുടെ ഫാത്തിമ ഗർഭിണിയാണ്, നമ്മുടെ ഫസീല ഗർഭിണിയാണ്. അതറിഞ്ഞപ്പോഴത്തേന് കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോയി സമ്മാനങ്ങൾ കൊടുക്കും, പാരിതോഷികങ്ങൾ കൊടുക്കും, സന്തോഷിപ്പിക്കും. എല്ലാവരും ഭാര്യയും ഭർത്താവിനോടും അവൾക്ക് ഏതായാലും പ്രസവം അടുത്തായിട്ടില്ലല്ലോ, നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരും എന്ന് പറഞ്ഞ് ചിലപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ അവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് വിളിക്കും. പ്രസവ ദിവസം അടുത്തു പോയാലോ അന്വേഷണമായി എന്തായി എല്ലാവർക്കും ഉദ്യോഗം, എല്ലാവർക്കും അതോ കുഞ്ഞിക്കുട്ടിയെ കാണാനുള്ള താല്പര്യം, എന്തോ ഒരു സന്തോഷം. എല്ലാവരും ആശുപത്രിയിൽ അകപ്പെട്ടു ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുടുംബം വന്ന് മുഴുവനും ബന്ധത്തിൽ എല്ലാവരും എല്ലാം നിർത്തിച്ച് ആശുപത്രിയിൽ വരും. പ്രസവമായാലോ എല്ലാവരും 10, 15 ചിലപ്പോൾ 25, 35 ആളുകളൊക്കെ ഇങ്ങനെ ലേബർ റൂമിന്റെ മുന്നിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. ഇതാ പ്രസവിക്കാനായി. പ്രസവിച്ചു കഴിഞ്ഞാലോ നൂറുകണക്കാണ് ആളുകൾ, മിഠായി, പലഹാരം, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം, എന്തോ ഒരു സന്തോഷം. അതേ സമയത്ത് ഏതോ ഈ ഫസീലയെ ഒരുത്തൻ ആരുടെയും അറിവോടുകൂടെ അല്ലാതെ അംഗീകാരത്തോടു കൂടെ അല്ലാതെ നിയമപരമായിട്ടാണ് തോന്നിയാസം ചെയ്ത് ഗർഭിണിയായതെങ്കിലോ പുറത്തറിയിക്കൂ? ആരെങ്കിലും ഒരു പരിദോഷം കൊടുക്കും? ആരെങ്കിലും അതിനെ സന്തോഷിച്ച് വാക്ക് പറയൂ? ആരെങ്കിലും അവിടെ ആശുപത്രിയിൽ പോയി കുടിയിരിക്കോ? എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യൻ നിയമപരമായി ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പ്രാപിക്കുമ്പോഴും നിയമപരം അല്ലാതെ പ്രാപിക്കുമ്പോഴും ഉണ്ടാകുന്ന ആയിരക്കണക്കായ കൊല്ലങ്ങളായി വരുന്ന ഒരു സത്യമായ സാഹചര്യം, നന്മ, തിന്മ,
ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ഈ കുഞ്ഞ് ജനിച്ചാലോ ഇതാരെ കുട്ടിയാ? നമ്മളെ ഫസീലയുടെ കുഞ്ഞാണ്. നമ്മളെ ഇവിടേക്ക് കെട്ടിച്ചില്ലേ? ആ കല്യാണത്തിൽ നമ്മൾ പങ്കെടുത്തല്ലേ? അല്ലോ കുഞ്ഞിനെ കാണുമ്പോ പറയും, അല്ലോ നിന്റെ ഉമ്മാനെ നിന്റെ വാപ്പ കരുത്തിയ കല്യാണത്തിന് ഞങ്ങൾ പാട്ടുപാടിയവരല്ലേ. നേരെ മറിച്ച് ഈ ഫസീലയെ ഒരുത്തൻ ആരും അറിയാതെയാണ് ഗർഭിണിയാക്കിയതെങ്കിലോ, ഒരു നിയമമല്ലാതെയാണ് ഗർഭിണിയാക്കിയതെങ്കിലോ, ഒരു കുട്ടി ജനിച്ചാലോ ആ കുട്ടിയെ അസത്യം അല്ലാതെ ഓടിക്കുമോ? ആ കുട്ടി ഏതെങ്കിലും വിവാഹത്തിൽ സ്വീകരിക്കപ്പെടുമോ? ആ കുട്ടി ആരെങ്കിലും സ്വീകരിക്കുമോ? ആ കുട്ടി ആരെങ്കിലും ഒരു മാന്യമായി ആരുടെ കുട്ടിയാണിത്? ആരുടെ കുട്ടിയാണിത്? പേര് സ്കൂളിലോ മദ്രസയിലോ ചോദിച്ചാൽ ആ കുട്ടിയുടെ പേര് പറയാനൊരു സന്തോഷം, മാതാവിന് പിതാവിന് എന്തൊരു സന്തോഷം. നേരെ മറിച്ച് ഈ ലാവാറിസായ ഈ ആളും ഉടമയുമില്ലാത്ത വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ സാഹചര്യം എന്താണ്? അതാണ് ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ഒരു മനുഷ്യൻ ആദ്യമായി തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഒരാൾ തെറ്റിൽ നിന്ന് രക്ഷപ്പെടണം, ചീത്തയുടെ വൃത്തികേടിന്റെ അവസ്ഥ അവൻ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഒരിക്കലും ഹറാമാക്കൂല. സത്യത്തിൽ ഇവിടെ കാര്യം രണ്ടും ഒന്നാണ്. ഒരാൾ സദാചാരപരമായി ഒരു പെണ്ണ് ഗർഭിണിയായാലും ഇനി നിയമപരമല്ലാതെ ഗർഭിണിയായാലും സംഗതി അതിന്റെ പിന്നിലുള്ള കാര്യം ഒന്നാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള നിയമങ്ങൾ രണ്ടായതുകൊണ്ട് അതിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളും രണ്ടാണ്. ഇനി ഈ വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞിന് ഇനി ഒരു മക്കളോ കാര്യമോ ഉണ്ടാവുകയാണെങ്കിൽ അതുപോലും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ഇനി ആ കുട്ടിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, ഒരു ആൺകുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, വ്യഭിചാരത്തിലുണ്ടായ അത് നിയമപരമായി കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും മാന്യമായ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചൂല. എന്താ പറയാ? അത് ഉമ്മ പേച്ചതാണ് എന്ന് കേൾക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. അത് ഉമ്മ പേച്ചതാണ്, നമുക്ക് വേണ്ട. അത് ബാപ്പ പേച്ചുണ്ടായതാണ്, അത് നമുക്ക് വേണ്ട. അത് വേണ്ട. മാന്യന്മാരത് സ്വീകരിക്കൂല, അതൊരിക്കലും സ്വീകരിക്കൂല, മാന്യന്മാർ സ്വീകരിക്കൂല. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാം. തൽക്കാലം നമ്മളൊരു പെട്ടിപ്പിടിച്ച് തട്ടിപ്പിടിച്ച് കുപ്പായം ഒന്ന് മാറ്റി ചെളിയിൽ നിന്ന് എണീറ്റിട്ട് നമ്മൾ കുപ്പായൊക്കെ ഒന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് കുളിച്ച് ചോറിനിരുന്നിട്ട് അടുത്ത ചെളിയിലേക്ക് ഇറങ്ങാനല്ല വേണ്ടത്. നമ്മൾ അതിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ അകപ്പെട്ട തിന്മയെക്കുറിച്ച് വ്യക്തമായൊരു ബോധം നമുക്കുണ്ടാകും. ഒരു മനുഷ്യൻ ചീത്തയിൽ രക്ഷപ്പെടണമെങ്കിൽ, മത്സ്യത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മത്സ്യത്തിന്റെ അതിന്റെ ചീത്ത, അതിന്റെ വൃത്തികേട് എത്രത്തോളമാണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. അതൊന്നാമത്. അതുകൊണ്ട് തന്നെയാണ് അറിയണം. ഒന്ന് അറിവ് വേണം. യഥാർത്ഥ അറിവുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയൂ. അള്ളാഹു ആരാണ്? നല്ലത് മാത്രമാണ് നമ്മൾക്ക് കിട്ടുക. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു ഏറ്റവും നല്ലവനാണ്, നല്ലതല്ലാതെ സ്വീകരിക്കില്ല. മനുഷ്യൻ മൃഗമല്ല. ഇത് മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യൻ മൃഗമല്ല. മനുഷ്യൻ ഈ ഭൂമിയുടെ അധികാരമുള്ള ഏൽപ്പിച്ചാണ്. ഭൂമിയുടെ ആകാശത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ്, ഭരണാധികാരിയാണ് മനുഷ്യൻ. ഇത് ബോധം മനുഷ്യർക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ മഹാവെളിച്ചത്തിന്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആ വെളിച്ചം കിട്ടണമെങ്കിൽ ഒന്ന് ചീത്തയെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇനി അതിലേക്കില്ല, ഉറപ്പിച്ച് അതിലേക്കില്ല. അങ്ങനെയായപ്പോൾ മനസ്സുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിൽക്കും. മനസ്സുകൊണ്ട് ചീത്തയെ തിരിച്ചറിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു പ്രകാശം അവന്റെ മനസ്സിലേക്ക് വരും. ഒരു സെക്കൻഡ് ഉണ്ടാകാൻ കഴിയും. ചീത്തയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കൊന്നില്ല. തൽക്കാലം നോമ്പായതുകൊണ്ട് നന്നായി പോയതാണെങ്കിൽ അവൻ നന്നാൻ കഴിയില്ല. ചീത്തയെക്കുറിച്ച് വ്യക്തമായി അറിയണം. അതിന്റെ ചീത്ത എന്ന നിലയ്ക്ക് അറിയണം. അത് ചീത്തയാണെന്ന് നിലക്കറിയണം. നന്മയുടെ മഹത്വം നന്മ എന്ന നിലക്ക് തിരിച്ചറിയണം. ചീത്തയുടെ അതിന്റെ നിസ്സാരത്വം, അതിന്റെ ആധമത്വം, അതിന്റെ വ്യക്തമായ അതേക്കുറിച്ച് ധാരണ നമുക്കുണ്ടായിരിക്കണം. ഒരാൾക്ക് ഹലാലായ സമ്പത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധവും മോഷണത്തിനുണ്ടാവുന്ന ധനത്തെക്കുറിച്ചുള്ള വൃത്തികേടും കൃത്യമായി മനസ്സിലാക്കാതെ ഒരാൾക്ക് മോഷണത്തിന് മോചിതനാകാൻ കഴിയൂല. തൽക്കാലം നോമ്പ് വന്നപ്പോൾ പോക്കറ്റടി നിർത്തി, അതുകൊണ്ട് കാര്യമല്ല. ആ പോക്കറ്റടി നിർത്തിയതുകൊണ്ട് അത്ര കുറ്റം കുറയില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അവനെ സ്വാലിഹാകാൻ കഴിയില്ല. അങ്ങാടിയിൽ മുഴുവനും തൊണ്ടി നടക്കുന്ന വ്യക്തിയായിരുന്നു. എവിടെയൊക്കെ പോയി എവിടെയൊക്കെ ഒന്നും അറിയൂല. നോമ്പായപ്പോൾ മൊക്കനായിട്ട് തൽക്കാലം വീട്ടിൽ നിന്ന് ഒതുങ്ങി. എന്നാലോ അവൾക്ക് നന്നാൻ കഴിയില്ല. നന്നാവണമെങ്കിൽ എന്ത് വേണം?
നന്നാവണമെങ്കിൽ അങ്ങാടിയിൽ തെണ്ടുന്നതിന്റെ വൃത്തികേട് വൃത്തിയായി മനസ്സിലാക്കണം. അങ്ങാടിയുള്ള ആണുങ്ങളോടൊക്കെ ചിരിക്കുന്നതിന്റെ വൃത്തികേട് മനസ്സിലാക്കണം. അത് വൃത്തികേടാണെന്ന് മനസ്സിലാക്കണം. തൽക്കാലം നോമ്പായിട്ട് തന്നെ പതിവായി തന്നെ കാണുന്ന ആളുകളെ മുന്നിൽ പോയിട്ടില്ലല്ലോ എന്ന് ഇടക്കിടക്ക് ചിന്തിക്കുന്ന നോമ്പുകാരിയായ പെണ്ണിനെ പെരുന്നാളാവാൻ ഉള്ള സമയത്തോടുകൂടി അവൾ പുറത്തിറങ്ങും. ഇനി ഒരിക്കലും അവരുടെ മുന്നിലേക്ക് ഞാനില്ല. ഇത് വല്ലാത്തൊരു കാലമായിരുന്നു, വല്ലാത്തൊരു ചീത്തയാണ്. ഓർക്കുന്നത് പോലും അവൾക്ക് പേടിയാവുക. അങ്ങാടിയിൽ നിന്ന് കടകളിൽ നിന്ന് കടകളിലേക്ക് കയറി നടക്കുന്ന ആളുകൾ, ഫാൻസി സ്റ്റോറുകളിലെ ചെറുപ്പക്കാർക്ക് കൈനീട്ടി കൊടുക്കുന്ന പെണ്ണുങ്ങൾ, ടെക്സ്റ്റൈൽസിലെ പ്രധാനപ്പെട്ട പ്രത്യേകമായ സ്വകാര്യ മുറിയിൽ അണിഞ്ഞു മാറാൻ വേണ്ടി പ്രത്യേകമായി കയറി നടന്നിരുന്ന പെണ്ണുങ്ങൾ. ഇനി അതുപോലെ ഹാക്കറ അത് ഞാൻ പറയുന്നില്ല. ഇത് ചീത്തയാണെന്ന് തിരിച്ചറിവ്. ചീത്തയാണെങ്കിലോ, ചീത്ത ഒരാൾ നമുക്ക് വൃത്തികേട്, ഒരാൾക്ക് കാഷ്ടം കലക്കി ഒരാൾ അറിയാതെ കുടിച്ചുപോയി നോക്കും. ഒരാൾ കാഷ്ടം കലക്കിയത് നമ്മളെ വായിലൊഴിച്ച് കുടിച്ചുപോയി നോക്കും. പിന്നെ അവൻ മനസ്സിലായത് കാഷ്ടാണെന്ന്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവന് 10 ദിവസം വായി തുറക്കാൻ കഴിയില്ല. വായി തുറക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? കാഷ്ടം കുടിച്ചുപോയല്ലോ. കാഷ്ടാന്ന് അറിയണം. കാഷ്ടാന്നറിയാത്ത കുട്ടി എത്രയും കുടിക്കും. അപ്പൊ എന്ത് വേണം? തൽക്കാലം നോമ്പ് വന്നപ്പോഴൊന്നും മൊക്കനിട്ടതുകൊണ്ട് തൊപ്പിയിട്ടുണ്ടോ എന്നാൻ കഴിയില്ല. എന്തു വേണം? നമ്മൾ അകപ്പെട്ടിരുന്ന ചീത്തയുടെ വൃത്തികേടിന്റെ പരമാവധിയെ നമ്മൾ അറിയണം. അത് അറിയാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മൾ പഠിക്കണമില്ല. അത് നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല. അത് പഠിക്കന്നെ വേണം. വ്യഭിചാരത്തിന്റെ ചീത്ത എത്രത്തോളമാണെന്ന് പഠിക്കണം. മദ്യപാനത്തിന്റെ ചീത്ത എത്രത്തോളമാണെന്ന് പഠിക്കണം. ചീത്ത പഠിക്കണം. മദ്യപാനത്തിന്റെ ചീത്ത എത്രത്തോളമാണ്. ഒരു തുള്ളി കള്ള് ഒരാളെ വസ്ത്രത്തിലായാൽ നിങ്ങൾ ചിന്തിക്കുക. ഒരല്പം മൂത്രമോ കാഷ്ടോ ഒരാളെ വസ്ത്രത്തിലായാൽ നിസ്കരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? കാഷ്ടോ മൂത്രം നജസ. ഒരു തുള്ളി കള്ള് വസ്ത്രത്തിലായാൽ നിസ്കരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? നജസ. അപ്പോൾ ഇസ്ലാമിക ദൃഷ്ട്യാ മലവും മൂത്രവും കള്ളും ഒരു വ്യത്യാസമില്ല. ഒക്കെ നജസാണ്. നജസ് എന്ന അടിസ്ഥാനത്തിൽ ഒരു വ്യത്യാസമില്ല. മലം നജസാണ്, മൂത്രം നജസാണ്, മദ്യം നജസാണ്. അപ്പോൾ മലത്തിന്റെ സ്ഥാനമാണ് മദ്യത്തിനുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യാ. ലോകത്തെ നേരായ താല്പര്യം അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക നിയമം മാത്രമല്ല, ലോകത്ത് ബുദ്ധിയും വിവേകമുള്ള എല്ലാ ആളുകളും മലത്തെ പോലെയും മൂത്രത്തെ പോലെയും തന്നെയാണ് മദ്യത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് കിടന്ന് മോണ്ടുന്നത്. അത് മനസ്സിലാക്കാതെ തൽക്കാലം നോമ്പിനൊന്ന് കള്ളുകൂടി നിർത്തിയാൽ പിന്നെ അങ്ങോട്ട് പോകും. ചീത്ത അവരെ തൊട്ട്, ആ വ്യക്തിയെ തൊട്ട് ചീത്തയെ നാം തിരിച്ചു. ഇതുകൊണ്ട് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകക്കാരെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാര്യത്തെ മനസ്സിലാക്കി പശ്ചാത്തപിച്ചാൽ പ്രത്യേകക്കാരിൽ പെടും. ഞാൻ എൻ്റെ അടുത്ത ഭാഗത്തേക്ക് വീണ്ടും വരും, പേടിക്കണം. അപ്പോൾ നമ്മൾ വളരെ ചിന്തിക്കണം, എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നമുള്ളത്, എവിടെയാണ് പരിഹരിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നം പരിഹരിക്കണം. وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَن رَأَىٰ بُرْهَانَ رَبِّهِ. ഒരു നോമ്പിന് മൊക്കനിട്ട പെണ്ണിന് നന്നാകാൻ കഴിയില്ല. നോമ്പിന് വേണ്ടി മൊക്കനിട്ടവൾക്ക് നന്നാകാൻ കഴിയില്ല. നോമ്പിന് വേണ്ടി മോഷണം നിർത്തിയവൾക്ക് നന്നാകാൻ കഴിയില്ല. നോമ്പിന് വേണ്ടി മദ്യപാനം നിർത്തിയവർക്ക് നന്നാകാൻ കഴിയൂല. നോമ്പിന് വേണ്ടി വ്യഭിചാരം നിർത്തിയവർക്ക് നന്നാകാൻ കഴിയൂല. അങ്ങാടിയിൽ വരുന്നവരെയും പോകുന്നവരെയും പെണ്ണുങ്ങളെ സ്ത്രീണ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വൈകുന്നേരം രാവിലെ ആയാലും അങ്ങാടി തേണ്ടി നടന്നിരുന്ന ചെക്കന്മാർക്ക് നോമ്പായപ്പോൾ തൽക്കാലം പള്ളിയിൽ ഒരു മുണ്ടാസ് കിട്ടിയോ ഒരു തൊപ്പിട്ടോ കൂടിയ അല്ലെങ്കിൽ ഇപ്രാവശ്യം കൊറോണ കാലമായതുകൊണ്ട് വീട്ടിൽ ഒന്നിയ ആളുകൾക്ക് ഇനി അവർക്ക് നന്നാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ നോമ്പിനെ പരിഗണിച്ചുള്ളൂ, ചീത്തയെ പരിഗണിച്ചിട്ടില്ല. നമ്മൾ ഒരാൾക്ക് നന്മയിലേക്ക് അയാൾ അള്ളാഹുവിൻ്റെ ആ മനോഹരമായ വെളിച്ചം, അള്ളാഹുവിൻ്റെ ആ ബുർഹാൻ എന്ന മഹാവെളിച്ചം, അള്ളാഹു അവനെ സ്വീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ലക്ഷ്യം അവനെ ആകർഷിച്ച്, അതാ ഞാൻ പറഞ്ഞു, ഒരു മണ്ഡലത്തിലെ ആകർഷണം കണ്ടു കഴിഞ്ഞാൽ അടുത്ത മണ്ഡലത്തിൽ പ്രവേശിക്കും. അവിടെ പിന്നെ ആ ഭാഗമായിരിക്കും അവനെ നിയന്ത്രിക്കുക. പേടിക്കണ്ട. അള്ളാഹുവിൻ്റെ ഒരു ആകർഷണ വലയാണ് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അവിടേക്കാണ് കയറിപ്പോകണം. തെറ്റിയ നാം തിരിച്ചു ഈ വ്യക്തിയെ തൊട്ട് വൃത്തികേടിനെയും ശീതയെയും അശ്ലീലത്തെയും ഈ വ്യക്തിയെ തൊട്ട് നാം തിരിച്ചു. ആ വ്യക്തി തിരിഞ്ഞു എന്നല്ല, നാം തിരിച്ചു കൊടുത്തു.
ആ വ്യക്തിയെ അകപ്പെടാതെ നാം ആ വ്യക്തിയെ തൊട്ട് ചീത്തയെ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ട്? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. റമദാൻ ആയതുകൊണ്ട് കള്ളുകൂടി നിർത്തിയ ആൾക്ക് നന്നാകാൻ കഴിയില്ല. കള്ളുകുടിയെ മനസ്സിലാക്കണം, കള്ളിനെ മനസ്സിലാക്കിയതിന്റെ ചീത്തയെ പരമാവധി പഠിക്കണം, എന്നിട്ടത് ഒഴിവാക്കണം. അല്ലാതെ ഒരിക്കലും നന്നാൻ കഴിയും. തൽക്കാലം ബീഡി വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ബീഡി വലി നിർത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ റമദാൻ വന്നപ്പോൾ ബീഡി വലി സിഗരറ്റ് വലി നിർത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പൈസ വരികയോ നോമ്പ് കഴിയുകയോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ അതിലേക്ക് ചാടിപ്പോകും. അതേ സമയത്ത് സിഗരറ്റ് വലിച്ചാൽ എൻ്റെ ഹാർട്ട് പൊളിയും, എൻ്റെ ലെൻസ് കേടാവും, എനിക്ക് ലെൻസിന് ക്യാൻസർ വരും എന്ന് കൃത്യമായി അതേക്കുറിച്ച് അതിൻ്റെ ഡോക്ടർമാരിൽ നിന്ന് ഗൗരവമായി പുകവലിയുടെ ദൂഷ്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ ഇങ്ങനെയാണോ അതിൻ്റെ ആപത്ത് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, നിങ്ങൾ വെറുതെ സിഗരറ്റിൻ്റെ പാക്ക് തന്നെ കൊണ്ടുപോയിട്ട് ലോകത്തെ ഏറ്റവും വലിയ മനോഹരമായ സിഗരറ്റിൻ്റെ പാക്കറ്റുകൾ കൊണ്ടുപോയി വായിലിട്ട് കൊടുത്താലും അവർ ഒരിക്കൂല. എന്തുകൊണ്ട്? ചീത്ത അവർ മനസ്സിലാക്കി. വ്യഭിചാരത്തിന്റെ ചീത്ത മനസ്സിലാക്കാതെ വ്യഭിചാരത്തിന് ഒഴിവാകാൻ കഴിയില്ല. മദ്യപാനത്തിന്റെ ചീത്ത മനസ്സിലാക്കാതെ മദ്യപാനത്തിന് ഒഴിവാകാൻ കഴിയില്ല. മോഷണത്തിന്റെ വൃത്തികേട് മനസ്സിലാക്കാതെ മോഷണത്തിന് ഒഴിവാകാൻ കഴിയില്ല. പരിദൂഷണം പറഞ്ഞാൽ ഉണ്ടാകുന്ന വൃത്തികേട് അതേക്കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കാതെ ഒരാൾക്ക് പരിദൂഷണത്തിന് മാറിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ തണ്ടി നടക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ക്ഷതം, തന്റെ ആത്മാവിനുണ്ടാകുന്ന ക്ഷതം, ഓരോ സെക്കൻഡിൽ തന്നെ ആത്മാവിന് ക്ഷതം ഉണ്ടാവുന്നുണ്ട്. അങ്ങാടിയിൽ ഇങ്ങനെ കണ്ട ആണുങ്ങളോടൊക്കെ ചിരിച്ചും കുഴഞ്ഞും മൊബൈൽ വിളിച്ചും അങ്ങനെ പോയാൽ തന്റെ ആത്മാവിനുണ്ടാകുന്ന ക്ഷതം ഒരു പെണ്ണിനെ തിരിച്ചറിയാനിട്ടില്ലെങ്കിൽ ആ പെണ്ണിന് നന്നാൻ കഴിയില്ല. ഇത് തൽക്കാലം നോമ്പിന് വേണ്ടി നന്നായതാണ്, അവർക്ക് നന്നാൻ കഴിയില്ല. അവൾ അതിനേക്കാൾ കുതിരശക്തിയിൽ നോമ്പ് കഴിഞ്ഞാൽ ചീത്തയിലേക്ക് ഓടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിന് രണ്ടാം ഭാഗം ഞാൻ പറയും. ഒരാൾ ചീത്തയെ ഒഴിവാക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ടത് ചീത്തയുടെ വൃത്തികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചീത്തയായത് കൊണ്ട് തന്നെയാണ് വർജിക്കാൻ നമ്മളോട് പറഞ്ഞത്. ചീത്തയായത് കൊണ്ട് തന്നെയാണ് കഞ്ഞി അല്ലാഹു തആല ഹലാലാക്കി, കള്ള് ഹറാമാക്കി. എന്തുകൊണ്ട്? കഞ്ഞി അപകടകാരിയല്ല, കള്ള അപകടകാരിയാണ്. നിനക്ക് അപകടമുണ്ടായതാണ് അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞത്. വ്യഭിചാരം അപകടമാണ്, നിന്റെ ശരീരത്തിന് അപകടമാണ്, നിന്റെ മനസ്സിന് അപകടമാണ്. തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ നീ വളരെ മോശമായി പോകും. പലിശ അപകടമാണ്. എന്നാൽ ഹലാലായ സമ്പത്ത്, പലിശയിൽ 10,000 കിട്ടി, ഹലാലായ 10 രൂപ കിട്ടിയെങ്കിലും അതിന് അല്ലാഹു തആല വളർത്തി തരും. പലിശയിൽ 10,000 കിട്ടിയാലോ യംഹഖുല്ലാഹു റിബ, അത് ചീത്തയാണ്. പലിശ ചീത്തയാണ്. അതിന്റെ പിന്നിൽ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന്റെ പണം കൊണ്ടാണ് പലിശ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ദുനിയാവും തന്നെ. അപ്പോൾ ഒരാൾ പൈസ കൊടുത്ത് പലിശ വാങ്ങിയാൽ എന്താണ് പലിശ എന്ന ചീത്ത മനസ്സിലാക്കണം. അല്ലെങ്കിൽ പലിശക്കാരൻ ഹജ്ജിന് പോയി വന്നാലും പലിശ കൊടുത്തുകൊണ്ടേയിരിക്കും. പലിശക്കാരൻ ഹജ്ജിന് പോയി തിരിച്ചു വന്നു, എന്നിട്ടും പലിശക്കാരൻ കാക്ക പലിശ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? മക്കത്ത് പോയി വന്നിട്ടും അയാൾ പണി നിർത്തിയില്ല. എന്തുകൊണ്ട്? അയാൾ ഹജ്ജിന് പോയി വന്നു എന്നല്ലാതെ, മക്കത്ത് പോയി വന്നു എന്നല്ലാതെ അയാൾ നന്നായില്ല. എന്തുകൊണ്ട്? പലിശയുടെ വൃത്തികേട് തിരിച്ചറിയാതെ ഒരാൾക്ക് പലിശന് മാറാൻ കഴിയില്ല. അത് ആ ചീത്തയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇലാഹിനെ തിരിച്ചറിയാണ്. അത് ചീത്തയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഇലാഹും നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായി. പിന്നെ വിളിച്ച അല്ലാഹു കത്തിച്ചേരും. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും.